ആ നാടകക്കഥയുടെ രണ്ടാം പകുതിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ നാടകകൃത്തിൻ്റെ കോലം നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. ഇനി നമുക്ക് ആ കഥ തുടരാം. നാടക റിഹേഴ്സൽ കൊഴുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി റിഹേഴ്സൽ ക്യാമ്പിലേക്ക് നേരത്തെ പണം മുടക്കിയ പയ്യൻ്റെ അച്ഛൻ കടന്നു വരുന്നത്. വന്ന ഉടനെ ആ പയ്യനെ പുറത്തേക്ക് രണ്ടടിയാണ്. എടാ, ഞാൻ വീട്ടിൽ സാധനം വാങ്ങാൻ വെച്ച പൈസ എടുത്ത് കണ്ട നാടകത്തിനും കൂത്തിനും വേണ്ടി നീ പൈസ എടുത്ത് കൊണ്ടുപോകടാ എന്ന് ചോദിച്ച അടിയാണ്. അപ്പോഴാണ് ഞങ്ങളൊക്കെ ഞെട്ടുന്നത്. ഈ പയ്യൻ അച്ഛൻ തന്നു എന്ന് പറഞ്ഞത് നുണയായിരുന്നു. ഇവൻ വീട്ടിൽ നിന്ന് അച്ഛൻ അറിയാതെ അച്ഛൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊണ്ടുവന്നാണ് ഈ ചിലവാക്കിയിരിക്കുന്നത്. ഇത് വലിയ പ്രശ്നമായി. അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാൻ ഞാൻ കുറച്ച് മുതിർന്ന ആളായതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ സംവിധാനം അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു തരാനുള്ള സംവിധാനം ഞാൻ ആലോചിക്കാം. അത് ആ പയ്യൻ ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടെങ്കിൽ അയാൾ ഗർവത്തോടുകൂടി തന്നെയാണ് തിരിച്ചു പോയത്. ഞാൻ ആ പയ്യനെ ഉപദേശാരമില്ല. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി, ഈ ഒരു സംഭവം ഞാൻ അന്ന് എഴുതി ചേർത്തു. നാടകത്തിൽ ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ സംഭവിച്ച ഇത്തരം സംഭവങ്ങളടക്കം എല്ലാം എഴുതി ചേർത്തു. എല്ലാം എഴുതി ചേർത്ത് അതും എഴുതി ചേർത്തു. നാടകത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ നാടകത്തിൽ അഭിനയിച്ച പിള്ളേർ നാടകം അവതരണം കഴിഞ്ഞതിന് ശേഷം തങ്ങൾക്ക് സമ്മാനം കിട്ടുമോ എന്ന് ആകാംക്ഷഭരിതരായി കാത്തു നിൽക്കുന്ന ആ വിദ്യാർത്ഥികളുടെ മാനസിക ഭാവങ്ങളും അവരുടെ പിരിമുറുക്കങ്ങളും കൂടി ഞാൻ ഈ നാടകത്തിൽ എഴുതി ചേർത്തു. അങ്ങനെ അനൗൺസ്മെൻറ്റ് തുടർന്നു. അനൗൺസ് നാടകത്തിന് 1-ാം സമ്മാനം എന്ന് പറഞ്ഞ് ഈ നാടകത്തിന് 1-ാം സമ്മാനം കിട്ടിയെന്ന് അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ നമ്മുടെ ഈ കുട്ടികൾ അട്ടഹസിച്ച് ബഹളം വയ്ക്കുന്നതും ഈ മുട്ടയടിച്ച പയ്യനെ എടുത്ത് തൂക്കിയെടുത്ത് ആകാശത്തേക്ക് ഉയർത്തി മുട്ടയെ എന്ന് വിളിച്ച് മുദ്രാവാക്യം മുഴക്കുന്നതും ഈ പെൺകുട്ടി സന്തോഷത്തോടു കൂടി അവളെ ഒരുത്തൻ ചേർത്ത് പിടിച്ചതൊക്കെ വളരെ ഒരു കോമഡി സ്റ്റൈലൊരു ക്ലൈമാക്സ് കൂടി നാടകത്തിൽ എഴുതി ചേർത്തു. അതിനിടയിൽ ഞാൻ പറഞ്ഞില്ല, ഈ പൈസ മോഷ്ടിച്ച സംഭവങ്ങൾ എഴുതി ചേർത്തു. നാടകത്തിൻ്റെ പ്രതിസന്ധികൾ കഴിച്ചു. ഇവിടെ സംവിധാനം ചെയ്ത എൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ മാനസികാവസ്ഥകൾ, എനിക്ക് ഇത് സമ്മാനം കിട്ടിയില്ലെങ്കിൽ എനിക്കും വിഷമമുണ്ടെന്നുള്ള എൻ്റെ മാനസികാവസ്ഥയും കൂടി നാടകത്തിൽ വരച്ചു ചേർത്തു. അങ്ങനെ ഈ കുട്ടികൾക്ക് ഇത് സമ്മാനം കിട്ടി എന്ന് പറയുന്ന അനൗൺസ് ചെയ്യുന്നതിനടുത്താണ് നാടകത്തിലെ ക്ലൈമാക്സ്. അങ്ങനെ ഇത് കഴിഞ്ഞു, നാടകം കഴിഞ്ഞു. യഥാർത്ഥ നാടകം അരങ്ങേറി. ഇത് തന്നെയാണ് സംഭവം. നാടകം കഴിഞ്ഞ് യഥാർത്ഥ നാടകം അനൗൺസ് ചെയ്യുമ്പോഴും അവസാനം നാടകത്തിൻ്റെ 1-ാം സമ്മാനം ഞാൻ രചിച്ച് ഞാൻ സംവിധാനം ചെയ്ത ഈ കുട്ടികൾ അഭിനയിച്ച ഈ നാടകത്തിന് കിട്ടി എന്ന അനൗൺസ്മെൻറ്റ് വന്നത് ജീവിതത്തിലെ മഹത്തായൊരു സംഭവമായി ഞാൻ കാണും. ഇതിനേക്കാളുപരി എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നാടക സമ്മാനമൊക്കെ കിട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം കടയിലിരിക്കുമ്പോൾ ഈ പയ്യന്മാർക്കൊപ്പം നേരത്തെ പയ്യനിലൊക്കെ റിഹേഴ്സൽ ക്യാമ്പിൽ വന്ന് മർദ്ദിച്ച അച്ഛനുണ്ടുകൂടെ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പൊതിയുണ്ട്. ആ പൊതിയിൽ ഒരു കസവുമുണ്ടായിരുന്നു. മകന് സമ്മാനം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം വന്ന ആ സന്തോഷം കൊണ്ട് എനിക്കൊരു മുണ്ട് സമ്മാനിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വിജയൻ ആ പൈസ തിരിച്ചിരുന്നു വേണ്ട, എനിക്കത് അത്ര ആലോചിച്ചില്ല, അവൻ ചെയ്ത് തെറ്റ് മോഷണം എന്നുള്ള തെറ്റിനെ ഞാൻ മർദ്ദിച്ചു പോയതാണ്. അപ്പോൾ ഇതൊക്കെ അനുഭവങ്ങളാണ്. അപ്പോൾ ഒരു നാടകം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, ആ നാടകം എങ്ങനെ ജനറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ നാച്ചുറലി നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുന്നുള്ള ഒരു പ്രമേയം തന്നെ അന്ന് എനിക്ക് എഴുതാനായി. ആ നാടകത്തിന് ആദ്യത്തെ എൻ്റെ രചനയ്ക്കും നല്ല രീതിയിൽ 1-ാം സമ്മാനം കിട്ടുകയും ചെയ്ത അനുഭവം നാടകത്തിൽ ഒന്നാണ്. ഇനിയും നാടകവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട നാടകത്തിൻ്റെ മറ്റൊരു രസകരമായ മുഹൂർത്തവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.